ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. ദേശീയപാത 66ന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ റോഡ് കണ്ടപ്പോൾ വല്ലതും മനസ്സിലായോ? ഇതാണ് നമ്മളെ കൊയിലാണ്ടി ബൈപ്പാസ്. ഏകദേശം ഒരു 80% കൊയിലാണ്ടി ബൈപ്പാസിന്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. 4 മാസങ്ങൾക്ക് മുൻപാണ് നമ്മൾ ഈ ഭാഗത്ത് വന്നത് കേട്ടോ. അന്നൊരു മഴക്കാലമായിരുന്നു. പക്ഷെ ഇവിടെ കുറെ പണികൾ അന്ന് ബാക്കിയുണ്ടായിരുന്നു. പല സ്ഥലത്തും മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന സമയത്ത് ചെങ്ങോട്ടുകാവിൽ നിന്നാണ് ഈ കൊയിലാണ്ടി ബൈപ്പാസ് തുടങ്ങുന്നത്. പിന്നീട് ഇത് അവസാനിക്കുന്നത് നന്ദി ബസാറിന്റെ അവിടെയാണ്. ഏകദേശം 11 കിലോമീറ്ററാണ് ഇതിന്റെ നീളം. കുറെ നാളുകളായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ചോദിക്കുന്ന കാര്യമാണ് നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസിന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ. അപ്പൊ ഇതാണ് ചെങ്ങോട്ടുകാവ് വന്ന അണ്ടർപാസ് കേട്ടോ. കഴിഞ്ഞ ആഴ്ച വന്ന സമയത്ത് ഇതിന്റെ മറുഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പണികളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. എന്ന് വെച്ചാൽ അപ്രോച്ച് റോഡിന്റെ പണികളെല്ലാം പൂർത്തിയായിട്ട് ലൈൻ മാർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിവൈഡറിന്റെയും ക്രാഷ് ബാരറിന്റെയും പെയിന്റിംഗ് വരെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുമുണ്ട്. അപ്പോൾ വാഗാടാണ് ഇവിടുത്തെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത്, വെങ്ങളം മുതൽ അഴിയൂർ വരെ. പക്ഷെ ഇതിന്റെ കുറെ പ്രശ്നങ്ങൾ വാഗാടിനുണ്ടായിരുന്നു. പണികൾ വളരെ സ്ലോ ആയിരുന്നു, പണികൾ വൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ വേറൊരു കാര്യം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഡിവൈഡറിന്റെ മുകൾ ഭാഗത്ത് ഒരു പച്ച സാധനം കണ്ടു, പ്ലാസ്റ്റിക്കിന്റെ. അതാണ് ആന്റി ഗ്ലെയർ സ്ക്രീൻ എന്ന് പറയും. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാത്രി വാഹനങ്ങൾ ഹൈവേയിൽ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ലൈറ്റ് കണ്ണിലടിച്ചിട്ട് ഡ്രൈവർമാർക്ക് വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആ ലൈറ്റ് കണ്ണിലേക്ക് അടിക്കുന്നത് തടയാൻ വേണ്ടി സ്ഥാപിച്ചാണ് ഈ ആന്റി ഗ്ലെയർ സ്ക്രീൻ. ഇപ്പോൾ നമ്മൾ കൊച്ചി സേലം ദേശീയപാത 544 സഞ്ചരിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതിൻ്റെ സെൻട്രലിലുള്ള ഡിവൈഡർ കുറച്ച് വീതി ഉണ്ടാവും, അതിൽ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവും. അതിൻ്റെ അതേ പർപ്പസ് തന്നെയാണ് ഇത്. പക്ഷേ ഇത് ഇങ്ങനെ ഡിവൈഡർ വീതി ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ സാധനം സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ കണ്ടിരിക്കുന്നത് ആകെ കാസർഗോഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ വേറെ എവിടെ ഇങ്ങനെ കാര്യമായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. മലപ്പുറം ജില്ലയിൽ പണികൾ പൂർത്തിയായിട്ടുണ്ട്, റോഡുകളൊക്കെ തുറന്നു കൊടുത്തു. അതുപോലെ തന്നെ കോഴിക്കോട് റീച്ചിൽ തുറന്നു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവിടെ ഒന്നും ഇത് സ്ഥാപിച്ചില്ല. പക്ഷെ വാഗാട് ഇവിടെ ഇത് സ്ഥാപിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് എവിടെ മുതൽ, വെങ്ങളം മുതൽ അഴിയൂർ വരെയുള്ള റീച്ചിലാണ് ഇത് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ വെങ്ങളത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഈ ഭാഗങ്ങളൊക്കെ ആദ്യം തന്നെ ടാറിങ് പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു. സൈഡിൽ ക്രാഷ് ബാറിന്റെ വർക്കും ഡിവൈഡറിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു. സർവീസ് റോഡിന്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട്. ചില സ്ഥലത്ത് മാത്രമേ കഴിഞ്ഞ വർഷം വന്ന സമയത്ത് ഡ്രൈനേജിന്റെ വർക്ക് നടക്കാനുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഓവർപാസ് വന്നിരിക്കുന്നത് കൊയിലാണ്ടിൽ നിന്നും താമരശ്ശേരി പോകുന്ന റോഡുണ്ട്. ആ റോഡിന് കുറുകെ ഒരു ഓവർപാസ് വന്നിട്ടുണ്ട്. അതിന്റെ 2 ഭാഗത്തും സർവീസ് റോഡുണ്ട്. പക്ഷേ നമ്മളിപ്പം ചെങ്ങോട്ടുകാവുന്ന് നമ്മൾ നേരെ ഓവർപാസിന്റെ അങ്ങോട്ട് വരികയാണെങ്കിൽ അവിടെയുള്ള 2 ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടില്ല. മറുഭാഗത്തുള്ള സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു. ഇവിടെയൊക്കെ നോക്കിയാൽ നിങ്ങൾ, ഇവിടെയൊക്കെ എല്ലാ സ്ഥലത്തും ഡിവൈഡറിന്റെ മുകൾ ഭാഗത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ആന്റി ഗ്ലെയർ സ്ക്രീൻ, അതൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള സംഭവം എല്ലാ സ്ഥലത്തും സ്ഥാപിക്കണം. പിന്നെ അതുകൂടാതെ ഈ ഡിവൈഡറൊക്കെ കുറച്ച് ഹൈറ്റ് കൂട്ടുക, അല്ലെങ്കിൽ അതിന്റെ മുകൾ ഭാഗത്ത് വല്ല ഗ്രില്ലും ഫിറ്റ് ചെയ്യണം. കാരണം പല സ്ഥലത്തും ജനങ്ങൾ ഈ ഡിവൈഡർ ചാടിക്കടന്ന് യാത്ര ചെയ്യുന്നുണ്ട്. പഴയ മാതിരി 2 വരിപ്പാതയും 4 വരിപ്പാതയും ഒന്നുമല്ല, ഇത് 6 വരിപ്പാതയാണ്. 80-100 കിലോമീറ്ററിലാണ് വാഹനങ്ങൾ ഓരോ സൈഡിൽ കൂടി കടന്നു പോകുന്നത്. അവർക്കറിയില്ല ഇതുപോലുള്ള ഒബ്സ്റ്റക്കിൾസ് മുൻപിൽ ഉണ്ടാവുന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റോഡിന്റെ മറുഭാഗം കടക്കണമെന്നുണ്ടെങ്കിൽ ഇവർ ഏകദേശം 1.5-2 കിലോമീറ്ററോളം കറങ്ങി തിരിഞ്ഞു പോകണം. അതിന് ഏക പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FOB, കാൽനട മേൽപ്പാലം. പക്ഷേ ഈ കാൽനട മേൽപ്പാലം വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്, കോഴിക്കോട് ഭാഗത്ത് തന്നെ കണ്ടിട്ടുണ്ട്. പല ജനങ്ങളും ഇതിന്റെ മുകൾ ഭാഗത്ത് കയറാൻ മടിച്ചിട്ട് റോഡ് ഇപ്പോഴും അടിഭാഗത്തൂടെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. ചെറിയൊരു സമയലാഭത്തിന് വേണ്ടി ജീവൻ വരെ പണയപ്പെടുത്തിയിട്ടാണ് പല സ്ഥലത്തും 6 വരിപ്പാത ജനങ്ങൾ ഇതുപോലെ ക്രോസ് ചെയ്ത് പോകുന്നത്. ഇനി ദേശീയപാത 66ന്റെ വികസനത്തിൽ കൊയിലാണ്ടി ബൈപ്പാസിൽ വാഗാടിന് പറ്റിയ ഏറ്റവും വലിയൊരു അമളി സംഭവിച്ച സ്ഥലമാണ് നമ്മളെ കുന്നിയോറമല. അപ്പോൾ നമ്മൾ കൊയിലാണ്ടി മുത്താമ്പി അണ്ടർപാസ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മുന്നോട്ട് വരുന്ന സമയത്താണ് ഈ കുന്നിയോറമല വരുന്നത്. ഈ കുന്നിയോറമല എത്തുന്നതിന് മുൻപായിട്ട് ഒരു ചെറിയ ഒരു അണ്ടർപാസ് ഉണ്ട്, പന്തലായനി റോഡ്. ആ റോഡിന് കുറുകെ ഒരു ചെറിയ അണ്ടർപാസ് ഉണ്ട്. പക്ഷെ അവിടെ ആദ്യം ഉണ്ടായിരുന്നില്ല, ജനങ്ങൾ സമരം ചെയ്ത് നേടിയെടുത്താണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ആദ്യം ഒരു എക്വഡക്റ്റ് ഉണ്ടായിരുന്നു. ആ എക്വഡക്റ്റ് ഒക്കെ പൂർണ്ണമായിട്ട് പൊളിച്ചു മാറ്റിയിട്ട് ഇപ്പം സൈഫൺ എക്വഡക്റ്റ് ആണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തുള്ള ആളുകൾ പലരും എക്വഡക്റ്റ് കണ്ടിട്ടുണ്ടാകും, പക്ഷെ കാണാത്ത കുറേ ആളുകളുണ്ട്. അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ നേരെ എൻ്റെ യൂട്യൂബ് ചാനലായ നിഷാദ് പടിഞ്ഞാറ്റുകളിൽ പോയിട്ട് പ്ലേലിസ്റ്റിൽ കൊയിലാണ്ടി ബൈപ്പാസ് എന്നുണ്ട് കേട്ടോ. 2022 മുതൽ കൊയിലാണ്ടി ബൈപ്പാസിൽ നടന്ന വികസനങ്ങൾ പൂർണ്ണമായിട്ട് ഇതുവരെയുള്ള നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെയൊക്കെ തകൃതിയായിട്ട് സർവീസ് റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്തൊക്കെ ഇവിടെ മണ്ണിട്ട് ലെവലാക്കിയിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഒരു പാലമുണ്ട്. ഈ പാലത്തിന്റെ 2 ഭാഗത്തും സർവീസ് റോഡുണ്ട്. അതൊക്കെ ഈ റോഡുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളെ കുന്നിയോറമല വരുന്നത്. ഇതാണ് പാലട്ടോ. പാലം കഴിഞ്ഞിട്ട് കുന്നിയോറമലന്റെ അവിടെയാണ് ഇപ്പോൾ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുന്നിയോറമല എത്തുന്നതിന് മുൻപായിട്ട് തന്നെ സർവീസ് റോഡുകളൊക്കെ ഉണ്ട്. കുന്നിയോറമലന്റെ അവിടെ സർവീസ് റോഡൊന്നും ഇല്ല. അത് പിന്നീട് 6 വരിപ്പാതിൽ കൂടെ കയറി അങ്ങോട്ട് പോവുക ചെയ്യുക. അപ്പോൾ ഇത് വലതുഭാഗത്തുള്ള സർവീസ് റോഡ്. ഇത് നേരം പോയിട്ട് ഇവിടെ ഒരു സൈഡിലേക്ക് ഒരു പോക്കറ്റ് റോഡ് ഉണ്ട്, അങ്ങോട്ട് കട്ട് ചെയ്യാനുള്ള കേട്ടോ. പക്ഷേ ഇവിടുന്ന് കണ്ടിന്യൂഷൻ ആയിട്ടൊന്നുമില്ല. ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ആറി പാനൽ വെച്ചിട്ടാണ് മണ്ണിട്ട് ഉയർത്തുന്നത്. കാരണം ഇവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്.
ആറി പാനലിൽ ജിയോ സ്ട്രാപ്പ് വെച്ച് ടൈറ്റ് ആക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ പണികൾ പൂർത്തിയായ ഭാഗങ്ങളിലായിട്ട് ഫ്രിക്ഷൻ സ്ലാബ് സ്ഥാപിക്കുന്നുണ്ട്. ഈ കുന്നിയോറമലയിൽ ഇനി വരുന്ന ഏറ്റവും വലിയൊരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നിങ്ങൾക്ക് അവിടെ 2 ഭാഗത്തും കോൺക്രീറ്റ് വാൾ നിർമ്മിക്കുകയാണ്. ഏകദേശം 14 മീറ്ററാണ്. ഇപ്പോൾ ഒരു ഭാഗത്തുള്ള കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് ഉടനെ ആരംഭിക്കുന്നു പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ അവിടെ ആ മണ്ണെടുത്ത് താഴ്ത്തിയ ഭാഗത്ത് ആദ്യം തന്നെ അവിടെ സോയിൽ നെയിലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇത് സർവീസ് റോഡാട്ടോ. ഈ സർവീസ് റോഡിൻ്റെ സൈഡിൽ നോക്കിയാൽ നിങ്ങൾ കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിരിക്കുകയാണ്. ഇവിടെയൊക്കെ പൂർണ്ണമായിട്ടും മണ്ണിട്ട് ഉയർത്തിയിരിക്കുകയാണ്. ഡ്രൈനേജിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും വർക്ക് നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേനൽ മഴ പല ഭാഗത്തും ശക്തിയായി പെയ്യുന്നുണ്ട്. ഈ വേനൽ മഴ പെയ്യുന്ന സമയത്താണ്, പ്രത്യേകിച്ച് മഴക്കാലം വന്നു കഴിഞ്ഞാലാണ് ഇതുപോലെ മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലത്തൊക്കെ പണികൾ സ്ലോ ആകുന്നത്. അപ്പോൾ ഇവിടെ കണ്ട നിങ്ങൾ ഇതാണ് കോൺക്രീറ്റ് വാൾ കേട്ടോ. ഈ കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. ഇതിൻ്റെ അടിഭാഗത്തുള്ള ഫൗണ്ടേഷൻ നിങ്ങൾ കണ്ടാൽ ഞെട്ടിപ്പോവും. അത്ര നല്ല രീതിയിലാണ് ഫൗണ്ടേഷൻ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടാണ് ഈ കോൺക്രീറ്റ് വാൾ നിർമ്മിക്കുന്നത്. ഇനി വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇവിടെ നിന്ന് വിട്ടിട്ട് തളിപ്പറമ്പ് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ഈ കണ്ണൂർ റീച്ചിൽ പല സ്ഥലത്തും അണ്ടർപാസിന് വേണ്ടിയിട്ട് ഇതുപോലെ ആറി പാനലൊന്നും ഉപയോഗിച്ചിട്ടില്ല. പല സ്ഥലത്തും ഇതുപോലെ കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിരിക്കുക കേട്ടോ. അത് നോക്കിയാൽ നിങ്ങൾ, ഇതാണ് കോൺക്രീറ്റ് വാൾ. അതിൻ്റെ അടിയത്തെ ഫൗണ്ടേഷൻ നോക്കിയാൽ നിങ്ങൾ എത്ര വീതിയിലാണ് ഫൗണ്ടേഷൻ നിർമ്മിച്ചിരിക്കുന്നത്. അതും നല്ല കനത്തിലാട്ടോ. എന്നിട്ടാണ് ഈ വാൾ നിർമ്മിക്കുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് ഇവർ മണ്ണ് ഇട്ട് ഉയർത്തുക. മിക്കവാറും ജിയോ ഷീറ്റൊക്കെ ഇതിൻ്റെ ഉൾഭാഗത്ത് ഉപയോഗിക്കുന്നതാണ്. പല സ്ഥലത്തും അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം മണ്ണ് തള്ളിപ്പോരാണ്ടിരിക്കണം. അപ്പോൾ ഇതൊരു ചാക്കിൻ്റെ ഉള്ളിൽ കിടക്കുന്ന മാതിരിയാണ് ഈ ജിയോ ഷീറ്റ് വിരിച്ചിട്ട് മണ്ണ് നിറയ്ക്കുമ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ഈ കണ്ണൂർ ഭാഗങ്ങളിൽ ഇതുപോലെ മണ്ണിട്ട് ഉയർത്തിയ ഭാഗങ്ങളിൽ പൂർണ്ണമായിട്ട് കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിരിക്കുന്നത്? അത് ഓരോ കൺസ്ട്രക്ഷൻ കമ്പനികൾക്കും അവരുടേതായ രീതിയിൽ ഓരോ നിർമ്മാണ രീതികൾ ഉണ്ടാവുമല്ലോ, അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇതാണ് കുന്നിയോറ മല കേട്ടോ. ഇത് നല്ല വലിയൊരു മല തന്നെയായിരുന്നു. അത് മണ്ണെടുത്ത് താഴ്ത്തിയിരിക്കണം. പക്ഷെ അത് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഒരു മണ്ണെടുത്ത് താഴ്ത്തിയത്. പിന്നീട് സോയിൽ നെയിലിംഗ് ആരംഭിച്ചു. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ടാറിംഗ് വർക്ക് വരെ കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ പിഷാരിക്കാവ് ഉത്സവത്തിനൊക്കെ ജനങ്ങൾ ഇതിൽ കൂടെയാണ് വാഹനം കൊണ്ടുപോയിരുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ കുറേ മുൻപായിട്ട് നല്ലൊരു മഴ പെയ്തില്ല. ആ മഴക്കാലത്താണ് ഈ കുന്നിയോറ മലയിൽ വലിയ സംഭവം ഉണ്ടായിരുന്നത്. കാരണം ഒരു ഭാഗത്ത് മണ്ണിടിച്ചിൽ സംഭവിച്ചു. അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ വീടുകളുണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് സോയിൽ നെയിലിംഗ് ചെയ്ത നെയിലൊക്കെ ചിലരുടെ കിണറിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വലിയ ചർച്ചയായതാണ്. പിന്നെ പോലെ തന്നെ മഴക്കാലം വന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ജനങ്ങളൊക്കെ മാറ്റി പാർപ്പിച്ചു. കാരണം ഇത് മണ്ണിടിച്ചിൽ ഉണ്ടാവുമെന്ന് കരുതിയിട്ട്. അപ്പോൾ എന്തായാലും 14 മീറ്റർ ഉയരത്തിലാണ് ഇവിടെ കോൺക്രീറ്റ് വാൾ കെട്ടുന്നത്. ഇപ്പം നിലവിൽ ഒരു ഭാഗത്താണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ബെഞ്ച് കട്ടിങ് എന്നൊക്കെയുള്ള സംവിധാനം വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ എത്രത്തോളം ഉണ്ടാവും നമുക്കറിയില്ല. അത് ഇനി തുടർന്നുള്ള വീഡിയോസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നതാണ്. ഈ ബെഞ്ച് കട്ട് ഇപ്പം നമ്മളെ കുറ്റിപ്പുറം ഭാഗത്ത് ചെയ്യുന്നുണ്ട്. അവിടെ അതേമാതിരി മണ്ണിടിച്ചിൽ ഉണ്ടായിട്ട് ഇപ്പോൾ ബെഞ്ച് കട്ടിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ ഈ കുന്നിയോറമല കഴിഞ്ഞിട്ട് ഒരു 6 വരി പാലമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു അണ്ടർപാസ് ഉണ്ട്. കൊല്ലം മേപ്പയൂർ റോഡാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത്. ഈ ഭാഗമൊക്കെ വളരെയധികം താഴ്ന്ന പ്രദേശം വരുന്നുണ്ട്. അവിടെയൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ വർക്ക് നടന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും പല ഭാഗത്തും സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ച് ഇനിയും കുറച്ച് ഭാഗത്ത് സർവീസ് റോഡിന്റെ പണികൾ നടക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ നോക്കിയാൽ എല്ലാ സ്ഥലത്തും ഡിവൈഡറിന്റെ മുകൾ ഭാഗത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ആന്റി ഗ്ലെയർ സ്ക്രീൻ സ്ഥാപിച്ചിട്ടുണ്ട്. അത് നല്ലൊരു മാറ്റം തന്നെയാണ് വാഗാടിന്റെ ഭാഗത്തു നിന്നും. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ എല്ലാ സ്ഥലത്തും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ലൈറ്റ് കണ്ണിലടിക്കുന്ന ബുദ്ധിമുട്ട് ഒഴിവായി കിട്ടുന്നതായിരിക്കും. പിന്നീട് കുറച്ച് ഭാഗത്ത് ഇനി വർക്ക് നടക്കാനുണ്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ നോക്കി, ഇവിടെയൊക്കെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. BM ഉം BC കഴിഞ്ഞിരിക്കുകയാണ്. പെയിന്റിംഗ് വർക്ക് ക്രാഷ് ബാറിന്റെ കഴിഞ്ഞിരിക്കുന്നു, ഡിവൈഡറിന്റെ കഴിഞ്ഞിരിക്കുന്നു. പല സ്ഥലത്തും സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ഭാഗത്ത് വർക്ക് നടക്കാനുണ്ട്. ലൈൻ മാർക്കിംഗ് കഴിഞ്ഞ പ്രദേശങ്ങളുമുണ്ട്. അപ്പോൾ ഇതാണ് മൂടാടി ഭാഗം. ഈ മൂടാടി ഭാഗം ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്രദേശം ഉണ്ടായിരുന്നു കൊയിലാണ്ടി ബൈപ്പാസ് കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത്. കാരണം 2 ഭാഗത്തും വയൽ പ്രദേശമായിരുന്നു. രാവിലെയൊക്കെ ഇതിൽ കൂടെ പോകുമ്പോൾ നല്ല കോടയായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ചതുപ്പ് നിലമാണ്. 2 ഭാഗത്തും മണ്ണക്കൊട്ട് ഉയർത്തിയിട്ടാണ് ഇവിടെ റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂടാടി ഹിൽ ബസാർ റോഡ് ഉണ്ട്. അവിടെയാണ് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത്. പിന്നെ കൊയിലാണ്ടി ബൈപ്പാസിൽ FOBകൾ വരുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ അതിന്റെ ലൊക്കേഷൻ കിട്ടിയില്ല. ചില സ്ഥലത്ത് അതിനോടനുബന്ധിച്ചിട്ടുള്ള സ്റ്റീലുകളൊക്കെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് പൂർണ്ണമായിട്ട് 6 വരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ്ങും 2 ഭാഗത്തുമുള്ള സർവീസ് റോഡും ക്രാഷ് ബാറിന്റെ പെയിന്റിങ്ങും അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്കുകളും കഴിഞ്ഞിരിക്കുന്നു. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോയിൽ നെയിലിംഗ് എന്നുള്ളൊരു പരിപാടി ദേശീയപാത 66 ആദ്യമായിട്ട് ചെയ്യുന്നത് ഞാൻ കണ്ട ഒരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ കൊയിലാണ്ടി ബൈപ്പാസിൽ ഈ ഭാഗത്തായിട്ടായിരുന്നു സോയിൽ നെയിലിംഗ് ചെയ്തിരുന്നത് കേട്ടോ. പക്ഷേ പിന്നീട് അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയില്ല. പക്ഷേ ഇതിന് ശേഷം തുടങ്ങിയ ഭാഗത്ത് പല സ്ഥലത്തും സോയിൽ നെയിലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ വലിയ കുന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഈ സൈഡിൽ കണ്ടെങ്കിൽ ഷീറ്റ് തൂക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ ഹോൾ അടിച്ചിട്ടുണ്ട്. സോയിൽ നെയിലിങ്ങിന് വേണ്ടിയിട്ട് കമ്പി വരെ കയറ്റിയ പ്രദേശങ്ങളുണ്ട്. പിന്നീട് മുന്നോട്ട് പ്രവർത്തനങ്ങളൊന്നും പോയിട്ടില്ല.
പക്ഷേ ഇതിന്റെ മുൻപ് വന്ന മഴക്കാലത്ത് ഇവിടെയൊക്കെ മണ്ണിടിച്ചിൽ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇടതുഭാഗത്തൊക്കെ നല്ല താഴ്ന്ന പ്രദേശമായിരുന്നു. അവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ട് കോൺക്രീറ്റ് വാള നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ റോഡിന് കുറുകെ കൾവേർട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പൊ നല്ല വേഗതയിലാണ് നമ്മളെ കൊയിലാണ്ടി ബൈപ്പാസിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. കൊല്ലം കൊയിലാണ്ടി നിവാസികളും അതുപോലെ തന്നെ കോഴിക്കോട് നിന്നും കണ്ണൂർ ഭാഗത്തേക്കും കണ്ണൂരിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്കും യാത്ര ചെയ്യുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചാണ് ഇതുപോലൊരു ബൈപ്പാസ്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം കൊയിലാണ്ടി ഭാഗത്തെ ബ്ലോക്ക് തന്നെയാണ്, വീതി ഇല്ലാത്ത റോഡാണ്. അപ്പൊ അതിലത്തെ ബ്ലോക്ക് ഒഴിവാക്കി സഞ്ചരിക്കാൻ ഒരു റോഡ് അതെന്തായാലും സഫലീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ദേശീയപാത 66 കൂടെ. പിന്നെ അതുപോലെ തന്നെ പണികൾ ഇനിയും നടക്കാനുണ്ട്. അപ്പൊ ഇനി നമ്മൾ നേരെ ചെന്ന് കയറുന്ന വെച്ചാൽ നന്ദി ബസാർ. ഈ നന്ദി ബസാർ എത്തുന്നതിന് മുൻപായിട്ട് ഒരു ചെറിയ അണ്ടർപാസിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിനോടനുബന്ധിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ട് ഭാഗത്തും ആറി പാനലാണ്. കൊയിലാണ്ടി ബൈപ്പാസിൽ മെയിൻ ആയിട്ട് ഒരു വർക്ക് നടക്കാനുള്ളത് കുഞ്ഞോറമലയുടെ. ഈ കുഞ്ഞോറമലന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുൻപ് തന്നെ 2026 പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും കൊയിലാണ്ടി ബൈപ്പാസ് തുറന്നു കൊടുത്തിട്ടുണ്ട്. പക്ഷേ പണികളുടെ പെൻഡിങ് ആയതുകൊണ്ട് മാത്രമാണ് ഇത്ര അധികം ലാഗ് ആവുന്നത്. ബാക്കി എല്ലാ സ്ഥലത്തും വർക്കുകൾ ഏകദേശം പൂർത്തീകരിക്കാനായിട്ടുണ്ട്. അപ്പൊ ഇതാണ് പുതിയ അണ്ടർപാസ്. എടുത്ത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നന്ദി ബസാറിന്റെ അവിടെ ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത്. അതോടുകൂടി നമ്മളെ കൊയിലാണ്ടി ബൈപ്പാസ് അവസാനിക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസിന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമന്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.